റിപ്പോർട്ടർ ബ്രേക്കിംഗ്. താനൂരിലെ മത്സരത്തിൽ നിന്നും വി അബ്ദുറഹ്മാൻ പെട്ടെന്ന് പിന്മാറിയത് തിരിച്ചടിയായെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. പണാധിപത്യമാണ് പരാജയത്തിന് കാരണമെന്നാണ് പ്രവർത്തകരുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വിജയരാഘവനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. രാവും പകലും പാർട്ടിക്കായി പോസ്റ്റൊട്ടിച്ചും ജയ് വിളിച്ചും നടക്കുന്ന സഖാക്കളുടെ നിലവാരമെങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് വിമർശനം. താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് മത്സരചിത്രം തെളിയുന്നത് വരെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതാണ്. അതുവരെ നമുക്ക് 100% വിജയപ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള പിന്മാറ്റം അത് പാർട്ടി അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും നല്ലൊരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ നമുക്ക് ദോഷകരമായി ഭാവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ബലിയാടാകുന്നതിന് നേതാക്കന്മാരും മറ്റുള്ളതാണ്. ആ രൂപത്തിലേക്കാണ് അതിനെ കാണുന്നത്. ജയിച്ചു കഴിഞ്ഞ ആളുകൾക്ക് എന്തും പറയാലോ. പക്ഷെ അങ്ങനെ ഒരു പണാധിപത്യമൊന്നും താനൂരിനെ സംബന്ധിച്ചിട്ടില്ല. അയാൾ നമ്മളെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു പണാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് സീറ്റ് എന്ന രൂപത്തിലേക്ക് വന്നു എന്നല്ല. അദ്ദേഹം പാർട്ടി അദ്ദേഹത്തെ സമീപിച്ചു. വി അബ്ദുറഹ്മാൻ്റെ പിന്മാറ്റം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്വമനസ്സാലെ ഞാൻ മത്സരിക്കാം എന്ന് വളരെ ഊർജ്ജസ്വതയോട് കൂടിയിട്ടാണ് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങളുമായുള്ളത്. സോണൽ, ഇപ്പോൾ എന്താണ് താനൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിമർശനം? അതിൽ വിജയരാഘവനോടുള്ള വിമർശനം എന്താണ്? പ്രധാനമായി താനൂരിലെ പ്രവർത്തകർ പറയുന്നത് നേതൃത്വത്തിന് പറ്റിയിട്ടുള്ള അപാകതയാണ് ഈ തോൽവിക്ക് കാരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമുകളിലും കൃത്യമായി ഈ നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ തന്നെ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വിജയരാഘവനായിരുന്നു മലപ്പുറം ജില്ലയുടെ ചുമതല. പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ച നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ LC സെക്രട്ടറി കൂടി രംഗത്തെത്തുകയാണ്. അതായത് വി അബ്ദുറഹ്മാന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പിന്മാറ്റം അത് തോൽവിയുടെ ആക്കം കൂട്ടാൻ എല്ലായിടത്തും പരാജയ വിലയിരുത്തലുകൾ പുരോഗമിക്കുകയാണ്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.